ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ വെച്ച് എനിക്കുണ്ടായൊരു ഹൊറർ എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും ആളൊക്കെ ഒന്ന് ഉറങ്ങാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം സമയം 11:06 ഇത്രയും നേരമായിട്ടും ആരും ഉറങ്ങിയിട്ടില്ല. എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ ഉറങ്ങും. എൻ്റെ മാക്സിമം പിടിച്ചു നിർത്താൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ 10 മണിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മണിക്കൂർ 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കാര്യം പറയാം. ഇതുവഴി ചിലപ്പോൾ പിള്ളേർ കയറി ഇറങ്ങിപ്പോകുന്നുണ്ടാവും. ഓക്കെ, അത് നെവർ മൈൻഡ്. ഫസ്റ്റ് ഇയറിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞ് വൈകിട്ട് വന്ന് വൈകുന്നേരം ഒരു 5 മണി മുതൽ 10 മണി വരെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങും. ഭൂമി കുലുങ്ങിയാലും 10 മണി എന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുന്നത് 1:30 അല്ലെങ്കിൽ 2 മണിക്ക് എഴുന്നേറ്റിട്ട് രാവിലെ 6 മണി വരെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. ഇതാണ് എൻ്റെ ഒരു ടേം. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ആരും ഇല്ലാത്തപ്പോൾ എഴുന്നേൽക്കും, എല്ലാവരും പഠിക്കുമ്പോൾ കിടന്നുറങ്ങും. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ വെളുപ്പിനൊരിക്കൽ എൻ്റെ അനാറ്റമി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനാറ്റമി ടെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത്. ആ സമയത്ത് ഞാൻ വെളുപ്പിന് ഇതുപോലെ എഴുന്നേറ്റപ്പോൾ ബാക്കി എല്ലാവരും നല്ല ഇരുട്ടായിരിക്കും. ബിക്കോസ് എല്ലാ പിള്ളേരും ആ സമയത്ത് സെറ്റിലാവും, ഓൾറെഡി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആവും. കുറച്ച് പേര് മാത്രം മനസ്സിലായത് തമ്മിൽ വിളിക്കാൻ വേണ്ടി അതുവഴിയൊക്കെ നടക്കുന്നതാണ്. നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. എന്നാലും മോസ്റ്റ് പ്രോബബ്ലി 2 AM 3 AM അങ്ങനെ അധികം ആൾക്കാരെ കാണത്തില്ല. അത്രയ്ക്ക് ഭ്രാന്തമായ ഇണക്കുരുവികൾ മാത്രമേ ആ സമയത്ത് കാണാൻ സാധിക്കൂ. ഓക്കെ, വാട്ടെവർ. അന്ന് ഞാൻ പഠിച്ചുള്ള സമയത്ത് അങ്ങനെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഞാൻ 2nd ഫ്ലോറിലാണ്. 3rd ഫ്ലോറുണ്ട്. പക്ഷേ 3rd ഫ്ലോറിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ കൈവരി. അപ്പോൾ മണ്ടയ്ക്കൂടെ ഒരാൾ നടന്നു പോകുന്നത് കാണാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ ഗെറ്റത്തൂടെ എന്തോ ഒരു സാധനം ഫ്ലോട്ട് ചെയ്ത് പോകുന്നു. എന്ന് പറഞ്ഞാൽ കാല് പൊങ്ങിയല്ല, ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ തന്നെയാണ് നടന്നു പോകുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനാണത്. പക്ഷേ അത് ആക്ച്വലി ഒരു ഹ്യൂമൻ ബീങ് എനിക്കറിഞ്ഞൂടാ. അത് ഫ്ലോട്ട് ചെയ്ത് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒരു മനുഷ്യൻ നടന്നാൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരില്ലേ, ഇതിന് ആ ഒരു മൂവ്മെൻറ്റ് ഇല്ല. ഇത് നേരെ പോകുന്നു. എന്നിട്ട് കുറച്ച് നേരം എന്നെ നോക്കുന്ന നോട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കുമോ എനിക്കറിയില്ല. ഇനി എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ചേച്ചിമാരായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ചിരിച്ചും കാണിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ പഠിച്ചു. ബിക്കോസ് എനിക്കത് പഠിച്ചു തീർക്കണേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ എൻ്റെ ഇപ്പുറത്ത് ചെയർ ഇട്ടിട്ടുണ്ട്. ചെയറിൽ ഒരു ടേബിൾ. ആ ടേബിൾ കിടന്ന് നല്ലോണം കിടന്നാനങ്ങുന്നു. അപ്പോൾ ഞാൻ വെച്ച് എന്ത് കിടന്നാനങ്ങുന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധ ശരിക്കും ഇതിലോട്ടായി. അപ്പോൾ എനിക്ക് ഉള്ളിൽ നമ്മൾ ഈ ഗൂസ് ബംസ് ഒക്കെ വരുമെന്ന് പറയത്തില്ലേ, ചിലപ്പോൾ എനിക്കിതൊക്കെ പണ്ട് പോലെ സെൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വരാറുണ്ട്. ഇതേപോലെ എനിക്ക് ഗൂസ് ബംസ് തോന്നി. ഈ സാധനം എന്ത് കിടന്നെങ്കിൽ അത് മാത്രം കിടന്നാനങ്ങുന്നു. എനിക്കിപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടെ പേടി കുറവുണ്ട്. പക്ഷെ അന്ന് പേടിച്ചെങ്കിലും വെളി കാട്ടിയിട്ടില്ല. അപ്പോൾ അതേ സാധനം കിടന്നിങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്ന്. പക്ഷെ പണ്ട് മുതലേ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഇരുന്ന് പഠിക്കാറില്ല. വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞുതരും. എനിക്ക് ചെറിയ ഒരു കൃഷ്ണനുണ്ട്. അപ്പോൾ ഇതൊക്കെ കയ്യിലിട്ടുകൊണ്ടായിരിക്കും ഞാൻ ഇന്ന് ഇപ്പം ഞാൻ ധൈര്യത്തോട് പറയാനുണ്ടെങ്കിലും ഇത് കയ്യിലുള്ളത് കൊണ്ടാണ്. കാര്യം എൻ്റെ നാളെ കൃഷ്ണൻ്റെ നാളൊക്കെയാണ്, രോഹിണിയൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ വീട്ടിൽ വെച്ചായാലും ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊക്കെയുണ്ട്. അതുകൊണ്ടപ്പോൾ ഗൂസ് ബംസ് വരാറുണ്ട്. ഇപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഉള്ളൂ. എൻ്റെ അടുത്തിരുന്ന ഒരു ചെയർ മാത്രം ഇങ്ങനെ അത് പോയി കഴിഞ്ഞിട്ട് ആ മണ്ടക്കത്തെ നിഴൽ പോയി കഴിഞ്ഞിട്ട് ഉടനെ താഴെ എൻ്റെ അടുത്ത് നിയർ ബൈ ടേബിൾ കിടന്നിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു, ഒരു കാറ്റുമില്ലാതെ. അപ്പോൾ ഉടനെ ഞാൻ പേടിച്ചു. പക്ഷെ പേടിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കോമഡി ഇതാണ്. ഞാനൊക്കെ സന്ദർഭം നോക്കാതെ കോമഡി അടിക്കുന്ന ഒരാളാണ്. ഉള്ളിൽ നിന്ന് വന്ന കോമഡിയാണ്. എൻ്റെ പൊന്നു ചേച്ചി എൻ്റെ ഈ ഉപദ്രവിക്കരുത്, എനിക്ക് താഴെ ടെസ്റ്റ് പേപ്പർ ഉള്ളത്, ഇത് പഠിച്ചിട്ട് ഞാനൊക്കെ കയറി പോകാണ്, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയില്ല. ഇവിടുത്തെ പ്രേതം ഇപ്പം ഞാൻ തമിഴ്നാട്ടിലാണ്. ഇവിടുത്തെ പ്രേതം തമിഴും അവർക്ക് മലയാളം അറിയോ തെലുങ്കറിയോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ഉപദ്രവിച്ചില്ല, അവർ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര ഹൊററായിട്ട് കാണാം, അല്ലെങ്കിൽ കോമഡി ആയിട്ട് കാണാം, എനിക്കറിയത്തില്ല.